വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നിർത്തിയത് ഒരു സീക്രട്ട് ബേസ് മാത്രം, നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിർത്തിയിരുന്നത്. ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. 2 ബെഡ് ഇട്ടു, ബാരലിട്ടു. വെറുതെ ഒരു ബാരലങ്ങ് എടുത്തു വെച്ചു. ബാരലങ്ങ് ഇട്ടു 2 സൈഡിൽ. ഓക്കെ, പിന്നെ ഇവിടെ സൈഡിൽ നിന്നൊരു എൻട്രൻസ് ഞാൻ ഇതുവരെ കൊടുത്തു. ബിക്കോസ് എൻ്റെ ഇതില്ലേ സീക്രട്ട് ബേസ് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുറക്കാം, അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഓക്കെ, പിന്നെ ഇവിടെ 2 ലൈറ്റ് വെച്ചു. ഇത്രേ ഉള്ളൂ ഈ റൂമിൽ. പിന്നെ കുറച്ച് കാർപ്പറ്റ് ഇട്ടു, സിഗ്സാഗ് പാറ്റേൺ. പിന്നെ ഇവിടെയാണ് മെയിൻലി, ഇവിടെ നമ്മൾ ഈ സാധനം നമുക്കൊരു KV പോയപ്പോൾ കിട്ടിയത് ഈ ബ്ലോക്ക് വെച്ച് കഴിച്ചാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഇത് കണ്ട, ഇതാണ് മെയിൻ ഗൈസ്, ഇതാണ് മെയിൻ. ഇത്രയും സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തു. എൻ്റെ ഇൻവെൻട്രിയും കൂടി കാണണം കേട്ടോ, ക്യാമറ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ട, എൻ്റെ ഇൻവെൻട്രി കണ്ട, സെറ്റ് ഇൻവെൻട്രിയാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് കാര്യം. പിന്നെ ഇവിടെ നമ്മളൊരു മറ്റേ ഫർണസ് വെച്ചു, വേറൊരു ഫർണസ് വെച്ചു. ഇതൊരു ആവശ്യമില്ല, വെറുതെ എടുത്ത് നമ്മൾ വെച്ചതാ, ഒരു ഉപയോഗമില്ല. പിന്നെ നമ്മളിതാ ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതുവരെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാട്ടാ. പിന്നെ ഇതുണ്ട് സ്റ്റോൺ കട്ടർ, നമ്മൾ സ്റ്റോൺ കട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് നല്ല ജസ്റ്റാണ്. ഇതിൽ നമുക്ക് കുറേ സാധനങ്ങളുണ്ട് ഗൈസ്, കുറേ. ഇവിടെ 2 സാധനങ്ങൾ ഇതുപോലത്തെ വെച്ച് നമുക്ക് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെക്കാം. ടോപ്പിലോട്ട് പോവാം, ഞാൻ പറഞ്ഞുതരാം ഇനി എങ്ങനെ ഇതൊക്കെ കിട്ടിയെന്ന്. പിന്നെ ഇവിടെ നമ്മളൊരു റെയിൽ സെറ്റാക്കി. സെറ്റപ്പ് റെയിൽ. നമ്മളൊരു പട്ടി ഉണ്ട് കേട്ടോ, പട്ടീനെ ടേൺ ചെയ്തു ഇവിടെ ഗൈസ്. ഇവിടെ നമ്മൾ സെറ്റാക്കി ഇതുപോലത്തെ ഒരു സാധനം. അമ്മേ എന്നെ കൊല്ലല്ലേ ഈശ്വരാ, എന്നെ അടിച്ചു കൊല്ലാനായിട്ടൊരു വൃത്തികെട്ട സോംബി എന്നെ തട്ടിക്കൊണ്ട് വരികയാണ് ഗൈസ്. തട്ടിക്കൊണ്ട് പോവാൻ വരികയാണ്. സോംബി പട്ടി മിക്കവാറും അമ്മേ, എടാ പട്ടിയോനെ പോയി കൊല്ല്, പട്ടിക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ പൊട്ടപ്പട്ടി, ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? ഗൈസ് ഞാൻ ചത്തു. ഈ പട്ടി പ്രാന്ത് ഗൈസ്. ഞാനെങ്ങനെ എനിക്ക് കുറച്ച് ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ ചത്തു. റെയിലിൽ കൂടെ എന്തായാലും ഇറങ്ങാം. റെയിൽ ഇവിടെ സൂക്ഷിച്ചു. റെയിലല്ല, മൈൻകാർട്ട്, മിനി കാട്ട്, മൈൻകാട്ട്. ഇതിപ്പോൾ ഒരു ഉപകാരമാണ്. നമ്മൾ കാണിച്ചു തരാം അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്. അതിന് മുമ്പേ നമുക്ക് ഇതങ്ങോട്ട് അടിച്ചളയണം. വേണം അടിച്ചളഞ്ഞാൽ ഓക്കെ. ഇവിടെ നല്ലടി, ഇവിടെ നല്ല അല്ല, എവിടെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. നമുക്കത് അടയ്ക്കണ്ട, നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് തൽക്കാലം താഴോട്ട് പോയിട്ട് ഒന്നും കൂടി മുകളിലോട്ട് വരാം. നമ്മൾ സാധനമൊക്കെ എടുത്ത് കുറച്ച് സാധനമൊക്കെ നമുക്ക് തിരിച്ചു വെക്കാനുണ്ട്. പക്ഷേ ഇനി ചെസ്റ്റില്ല, മെയിൻ പ്രശ്നം താഴോട്ടൊന്നുണ്ട്. ബട്ട് ഒരു കാര്യം, ആ സോംബിനെ കൊന്നപ്പോൾ കുറേ സാധനം കിട്ടി. അതാണ് മെയിൻ. സോംബിനെ കൊന്നപ്പോൾ കുറേ സാധനം കിട്ടി. മില്യൻസ് ഓഫ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. തള്ളി നമുക്ക് ടോപ്പിലോട്ട് പോവാം. പോവാൻ കുറച്ച് പാടാട്ടാ.
പാടാ. ഈ ടൈമുണ്ട്. അയ്യോ അയ്യോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എടാ പോവല്ലേ, പോവല്ലേ ഈ ഭ്രാന്തം വണ്ടി. ആ, എൻ്റെ പട്ടീനെ കയറ്റിയിരുത്തിയിട്ടുണ്ട്. പോ പോ ഓ, പട്ടി പോട്ടെ ഗൈസ്, പട്ടി പോട്ടെ. ഉമ്മി പട്ടി തിരിച്ചു വന്നു. ഉമ്മി പട്ടി തിരിച്ചു വന്നു. പട്ടി ഗൈസ് ഭയങ്കര കോമഡി ആയിട്ടാ. നമുക്ക് ഈ പട്ടീനെ കണ്ടിട്ട് മനസ്സിലാക്കാം. നമുക്ക് കണ്ടതിലോട്ട് കിടക്കാം. ഈ പട്ടീനെ കൊണ്ട് എനിക്ക് ഒരു ശല്യം. തന്നെ 5 മിനിറ്റ് ആയി. സോംബി കൊല്ലണോ പട്ടി കൊല്ലണോ ഒക്കെ പറഞ്ഞ് നടക്കണേ. പട്ടിക്ക് കുറച്ച് ഫുഡ് എടുത്തേക്കല്ലേ, പാപം വിഷമിക്കും. ബാടെ പട്ടി എന്ത് നിനക്ക് അമ്മേ. എടാ 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 എടാ, ഈ കുഴിയൊക്കെ ഏതവനെ എവിടെ കൊണ്ടു പോണത് വെച്ച്. മതിയാ നിനക്ക്, മതി. ഓക്കെ, നമുക്ക് പോവാം. പോകണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാട്ടെടുത്ത് വെച്ച് നമ്മൾ മുകളിലോട്ട് പോകണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരും ഇത് എവിടെ റീച്ച് ചെയ്യണേന്ന്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഒന്നും കാണില്ല കേട്ടോ നിങ്ങൾ. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ബേസിൻ്റെ ഉള്ളിൽ സെറ്റല്ലേ, ബേസിൻ്റെ ഉള്ളിൽ നമ്മളെത്തി. എനിക്ക് ഈ ബാരല്ലേ ഇതങ്ങോട്ട് സൂക്ഷിക്കാം. നമുക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയ ഈ ഒരു മഞ്ഞ് മല കണ്ടു. ഇവിടെ ഒരു മഞ്ഞ് മല, അതിൻ്റെ അത് കഴിഞ്ഞ് പോകണം, കുറച്ചും കൂടി കഴിഞ്ഞ് പോകണം. ആ മഞ്ഞുമല കയറി അപ്പുറത്തെത്തുമ്പോൾ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടി, കുറേ കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അത്രയും കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ കിട്ടിയത് അവിടെ ഒരു കേവിൽ നിന്ന് ഡയമണ്ടൊക്കെ കിട്ടിയത്. ഇപ്പം എൻ്റെ അടുത്ത് ഡയമണ്ട് പിക്കാക്സ് ഉണ്ട്. മെയിൻലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ ഒരു വില്ലേജ് കണ്ടെത്തി. ഇവിടെ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. കുറച്ച് പോകണം കേട്ടോ, കുറച്ച് പോകണം. ക്യാമറയുടെ മുമ്പിൽ കൈ വന്നിട്ടുണ്ട്, സോറി. ഓക്കെ, അല്ലാതെ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സത്യം പോയി ഹെൽത്ത് പോയി. ഒരു ആപ്പിൾ കഴിച്ചേക്കാം, നല്ല കാര്യം. ഇനി നല്ല സ്പീഡിൽ പോവാം നമുക്ക്. ബട്ട് ഇവിടെ ഒരു കുഴിയുണ്ട്, സൂക്ഷിക്കണം. ഇവിടെ ഒരു കുഴിയുണ്ട്, ആ പ്രശ്നം. നമ്മളെ പോവാണ് ടീം, പെട്ടെന്ന് പോവാണ് നമ്മൾ. എനിക്ക് അറിയില്ല നീ ഇന്നെങ്ങാനും ഇത് പോയി തീരുമോയെന്ന് എനിക്കറിയില്ല. കണ്ട ഇത് കണ്ട, ഇന്നൊന്നും തീരൂല കേട്ടാ പോയി. സത്യം എനിക്ക് ദേഷ്യം വന്നി, കൈ വേരെടുക്കണ്. ലാസ്റ്റ് എത്തിയോ ഇല്ലയോ എന്തെങ്കിലും എത്തിയില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമ്മൾ ബെഡൊന്നും എടുത്തിട്ടില്ല. വില്ലേജ് കണ്ടുപിടിച്ചിട്ട് വേണം ബെഡൊക്കെ എടുക്കാൻ. നമ്മൾ പെട്ടിട്ടാ ഈ മാങ്ങാത്തൊരു വില്ലേജ് ഇവനൊക്കെ എവിടെ കൊണ്ടേ വെച്ചേക്കണത്. അടുത്തതല്ലേടി ഒരു വില്ലേജും ഉണ്ടാവില്ല, അവനും ഉണ്ട്. എടാ ടൈം പോണ്. അതാ വില്ലേജ് കണ്ടു ഗൈസ്, വില്ലേജ് കണ്ടു. എൻ്റെ അടുത്ത് ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്ര ഇത് ടെൻഷൻ. വില്ലേജ് കണ്ടു നമ്മളങ്ങനെ വില്ലേജ് കണ്ടിരിക്കുകയാണ് ഗൈസ്.
നമ്മൾ ലൈറ്റ് കണ്ടു. ഇറ്റ് മീൻസ് ദർസ് വില്ലേജ്. കണ്ട പറഞ്ഞില്ലേ, പറഞ്ഞ മാതിരി ഇരിക്കും. ഫുഡ് കഴിച്ചേക്കാം, ഞാൻ പോവാം. കണ്ട ദേ ഞാൻ ഒയ്യോടാ, കണ്ടത് നന്നായി. ഇതിലൊരു കുഴി പോയി ചാടി ഞാൻ ചത്തേനെ. ഇവിടെ ഉള്ള രീതിയിൽ തന്നെ നമുക്ക് കയറി കിടക്കുക. ഇവിടെ ഏതെങ്കിലും വില്ലേജർ കിടക്കണ്ടെങ്കിൽ ഞാൻ കയറി തന്നെ ഡിസ്റ്റർബ് ചെയ്യും. ഗൈസ് നമ്മൾ കിടന്നിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഒന്നുമില്ല. മഞ്ഞ ബെഡൊക്കെ നമ്മൾ ഓൾറെഡി എടുത്താണ് ഗൈസ്. ഇത് ഓൾറെഡി ഉണ്ട് മഞ്ഞ കളർ ബെഡ്. എനിക്ക് ബെഡൊന്നും ക്രാഫ്റ്റ് ചെയ്യണ ഇഷ്ടമല്ല. ഇവിടെ ഒന്നും ഈടൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തേലും ഒരു കാര്യം പറഞ്ഞു തീർന്നില്ല. അങ്ങനെ സാധനമൊക്കെ നമുക്ക് ആവശ്യം വരും. നമുക്കതൊക്കെ ആവശ്യം വരും ഗൈസ്. നമ്മളതൊക്കെ എടുത്തു. എന്ത് മറ്റേ നമ്മുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മളത് എടുക്കണം. നമുക്ക് പോവാ, തിരിച്ചു പോവാം. ഈ മുച്ചാലം മാങ്ങാത്തൊരു വീടുണ്ട്. ഒരു കുന്തവും ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. ഇത് കണ്ട വെറുതെ മണ്ണുണ്ടാക്കി വെച്ചേക്കണം. സ്റ്റോൺ കെട്ടും. ഇവനൊക്കെ എന്തിനാ ജീവിക്കണം? ഭാഗ്യത്തിന് ജസ്റ്റ് കിട്ടി ഗൈസ്, കിട്ടി. നമ്മളെ ഓൾറെഡി വില്ലേജിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. സോറി ഗൈസ്, ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ചെസ്റ്റ് ക്യാരി ചെയ്തേക്കാം, ആവശ്യം വരും. ചെസ്റ്റ് ഉണ്ടാക്കാനൊന്നും വയ്യ, എടുക്കും. ചെസ്റ്റ് ഉണ്ടാക്കാൻ വയ്യ, നമ്മളെടുക്കും. നമ്മളിവിടുത്തെ എക്സ്പ്ലോർ ഇതായിരിക്കും. അവിടെ ഒരു വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു സാധനം ഉണ്ട്, വേറെ വീട്ടിൽ. ഞാനത് അന്ന് വന്നപ്പോൾ അത് അവിടെ ഒരു വുഡിൻ്റെ വെച്ചിരുന്നു. അങ്ങടെ ആ ഡയറക്ഷനിൽ കാണിക്കുക. നമുക്കിനി ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ പോടും. അതാ നല്ല കാര്യം. ഷുഗർ എനിക്കറിയായിരുന്നു ഷുഗർ വെച്ച് നമുക്ക് മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വെറും എക്സ്പ്ലോറേഷൻ അല്ല, കിട്ടില്ല. അന്ന് നമ്മളിവിടെ വന്നപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് പോയതാണ്. ഉഫ് ഗൈസ്, ഇതിലൊന്നുമില്ല, ഒരു കുന്തവും ഇല്ല. ഇതെന്തത്? വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണുണ്ട. വട്ടാണ് ഇവന്മാർക്ക്. വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത് എന്തോ ഒരു 2 ട്രാപ്പ് ഡോർ വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചത്. എല്ലാ വീട്ടിലും നമ്മൾ സെർച്ച് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടാൻ പറ്റും. വീട്ടിൽ സെർച്ച് ചെയ്യണ്ട, നാട്ടിൽ സെർച്ച് ചെയ്താൽ കണ്ടത്. ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഒരെണ്ണം നമുക്ക് 4 ഇതാക്കി ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എൻ്റെ സാധനമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ സാധനം വെച്ചിട്ട് നമുക്ക് ഷീപ്പാണ് ഷീപ്പുണ്ട്. നമുക്ക് അവരെ നമുക്കതിൽ വട്ടായ ഷീപ്പിനെ അങ്ങനെ എന്തിനാ ഒരു സ്ഥലത്തിന് നമ്മൾ ഇതാക്കും. ടീമിലെടുക്കും. ട്രേഡ് കൊടുത്ത് വെക്കാം. എൻ്റെ അടുത്ത് എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വലിയ സാധനമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് എമറാൾഡ് ഉണ്ട്. പക്ഷെ എമറാൾഡ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് ഓക്കെ, നമുക്കിനി വാട്ടവർ കുറച്ചുകൂടി പോവാം. ഒന്നാടി ഈ ബ്ലോക്ക് വേറെ ബ്ലോക്കാണ്. വേലും പൊട്ടന്മാരോടൊന്നും വെച്ചാണ്. അല്ല ഓൾറെഡി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ടില്ല. കണ്ടിട്ടുണ്ട്. അപ്പം ലാവ നമുക്കിങ്ങനെ കളയണം. മനസ്സിലായോ? ലാവ നമുക്കിങ്ങനെ
കളയണം. കളഞ്ഞുള്ള പ്രശ്നം എന്ന് പറയാം ഒന്നുമില്ല. ലാവ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. പിന്നെ ഈ സാധനം നമുക്ക് എടുക്കാം. ഗോൾഡ് നമുക്ക് മറിച്ച് കളയണ്ട, സാധനമൊക്കെ നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഞാനിങ്ങനെ വച്ച് ഇത് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തവിടെ. ഓക്കെ ഓക്കെ, ഇതിൻ്റെ അടിയിലും ഉണ്ട് കേട്ടോ ഇത് മറ്റേ സാധനം. നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്യാത്ത ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം, പോവാം. പക്ഷെ ഇവിടെ നിന്ന് പോർട്ടൽ ഉണ്ടാക്കിയാൽ എനിക്ക് സെയിം ഇതൊന്നുമില്ല. ഗൈസ്, ഇനി നമുക്കിത് പൊട്ടി വന്ന കിട്ടി നമുക്ക് കിട്ടി ഗൈസ്. എനിക്കിത് കിട്ടും. ഇനി വല്ല സോംബി വന്ന് അറ്റാക്ക് ചെയ്ത് ഞാൻ ചത്തിട്ട്. അതും കിട്ടി നമുക്ക്. ആ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ കോബിൾസ് എന്തായാലും ഒബ്സീഡിയൻ, ക്രൈയിങ് ഒബ്സീഡിയൻ എന്തായിരുന്നു ഞാനിങ്ങനെ ഒബ്സീഡിയനാണ്. പക്ഷെ ക്രൈയിങ് ഒബ്സീഡിയനെ നമുക്ക് കിട്ടി. ഇപ്പം കുറച്ച് നേരം മുമ്പ് നമ്മളൊരു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തുറക്കരുത്. ഒന്നും കൂടി പൊട്ടിക്കാം. അടിയിലും ഉണ്ട് കേട്ടോ ക്യൂരു. ഈ സാധനം എന്തിനാ ഉപയോഗിക്കണമെന്ന് പല ആൾക്കാർ, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ മറ്റേ ഈ സാധനം സൈഡിൽ നടക്കാൻ പോലും പറ്റും. പൊട്ടിയില്ല ഭാഗ്യം. നമ്മൾ ചത്തേനെ, സത്യം ഞാൻ ചത്തേ. പേടിച്ചിരിക്കണം. വല്ല ലാഭമല്ല ഒന്നും ബേസ്റ്റ് ചെയ്തിട്ടില്ല. ചത്ത് കളക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് കൂടുതൽ നമുക്ക് വേണമല്ലോ. ഇതും കൂടെ നമുക്ക് കളക്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഈ ഒരു വില്ലേജിൽ ഇത്ര ഉള്ളൂ. എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു വില്ലേജിൽ ഇത്ര ഉള്ളൂ ഗൈസ്. ഇത്ര മതി. പിന്നെ ഗോൾഡ് വേണോടെ. നമുക്ക് ഡയമണ്ട് വെച്ച് ഗോൾഡ് മുറിക്കാൻ പറ്റുമോ നോക്കാം. പറ്റും. അതുകൊണ്ട് നമ്മൾ ഗോൾഡ്, ബിക്കോസ് നമുക്ക് വേറെ പിക്കാക്സ് നമ്മൾക്കില്ല. മീൻസ് മറ്റേ അയൺ പിക്കാക്സ് നമ്മൾക്കില്ല. ഇപ്പില്ല, വീട്ടിലുണ്ട്. നമ്മുടെ ആ വീട്ടിലുണ്ട്. സോ ഇനി പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ നോക്കാം. ഇനി പെട്ടെന്ന് പോകാൻ പറ്റില്ല. കുറച്ച് വൈകിയേ പോകാൻ പറ്റില്ല. ഇന്നത്തെ രാത്രിയും കൂടി നമ്മളിവിടെ കിടക്കും. ബിക്കോസ് നമുക്ക് അവിടെ വരെ റിസ്ക് എടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. അമ്മി കിട്ടി.
നമുക്ക് കിടന്നു ഈ വീട്ടിൽ നമ്മൾ നമുക്ക് അന്തി ബ്ലാക്ക് സ്മിത്ത്സ് ഒന്നുമില്ലേ? ോ ബ്ലാക്ക് സ്മിത്ത് ഹൗസസ് ഒന്നുമില്ല. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഗ്രൈൻഡിങ്ങിൻ്റെ ഒരു ഇതാ. അത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു വില്ലേജിൽ ഒരെണ്ണെങ്കിലും ഉണ്ടാവും, ഒരു ബ്ലാക്ക് സ്മിത്ത് എങ്കിലും ഉണ്ടാവും. ഈ വില്ലേജിൽ ഇതൊരു ബ്ലാക്ക് സ്മിത്ത് കണ്ടില്ല. നൈറ്റ് ആവാറായിട്ടാ ഞാൻ പേടിച്ചിരിക്കുക. കളക്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ല. അന്തി ഉറങ്ങാൻ വെച്ചാൽ വീട്ടിൽ അന്തി ഉറങ്ങാൻ പറ്റില്ല എന്നാണ്. ടൈം ഇങ്ങനെ ചേഞ്ച് ആകാം. ഈ സാധനം നല്ല യൂസ്ഫുള്ളാണ്. ഞാനിത് കളക്ട് ചെയ്യുന്നത് ഗൈസ് വെള്ളത്തിലാണ് ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടന്നു ഉറങ്ങാം. കേറി പോയത് ഇതിനൊക്കെ എന്തിൻ്റെ കേടാണ്? ഇവനെ എണീപ്പിക്കാട്ടോ. ബേക്ക് വില്ലേജർ, നമ്മൾ ഇനി കിടക്കട്ടെ. നീ പോടാ, ഇറങ്ങിപ്പോടാ പ്രാന്ത. യെസ് ഗൈസ്, നമ്മൾ കിടന്നിരിക്കുകയാണ്. ആ പ്രാന്തം പോയി ഗൈസ്. ഓക്കെ, വാട്ട് എവർ. ഒരു നല്ല മോർണിംഗ് ആയിട്ട് കേവിലെ ജാതി സാധനങ്ങളൊക്കെ നമുക്ക് ഞാനിപ്പോൾ പോവാട്ടാ. ഞാനിപ്പോഴും ഓർക്കണ്ടേ, ഞാൻ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് സർവൈവൽ വേൾഡ് കളിച്ചത്. ആ ഒരു വേൾഡ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാ. എൻ്റെ പണ്ടത്തെ ഫോണിലായിരുന്നു. ഇനി തൊട്ട് മുമ്പത്തെ ഫോണിലായിരുന്നു. ആ ഫോണൊക്കെ അടിച്ചു പോയി. എത്ര നാളായിരുന്നു എനിക്കറിയില്ല. അടിച്ചു പോയി അവസാനം. ഓക്കെ, നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരണം. ഹാൻഡൊക്കെ നല്ല പെയിൻ എടുക്കും. റെക്കോർഡിംഗ് ആയിട്ട് 22 minutes ആയി. യോ ബ്രോ, 22 minutes ആയി. പറയാൻ വിട്ടുപോയി, നമ്മൾ വീട്ടിലോട്ട് പോകുന്ന സമയം കൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എനിക്ക് ഈ 2024 ഇയർ ഈ December 31 തീരുമല്ലോ. ന്യൂ ഇയർ ആവുമല്ലോ. അതിന് മുമ്പേ എനിക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സിന് കിട്ടണമെന്നും 100 ലൈക്സ് കിട്ടണമെന്നും 100 വ്യൂവേഴ്സ് ഓൾറെഡി കിട്ടി, എന്നാലും പറയാൻ കിട്ടണമെന്നും 100 കമൻറ്റ്സ് കിട്ടണമെന്നും ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക. പ്ലീസ് എനിക്ക് കിട്ടണം ഗൈസ്. പ്ലീസ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പറയുന്ന വീഡിയോ ഇടാം. റോബ്ലോക്സിൽ എന്ത് ഗെയിം ആണെങ്കിലും പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ മൈൻക്രാഫ്റ്റിൽ പുതിയ മോഡ്സ് ഒക്കെ മേടിച്ച് കളിക്കാം. തൽക്കാലം ഈ സർവൈവൽ വേൾഡ് സത്യം തന്നെ തീർന്നു. നമുക്ക് അച്ചീവ്മെൻറ്റ് ഡയമണ്ട് ആയിരുന്നു. ഡയമണ്ട് ഓൾറെഡി കിട്ടി. എന്നാലും വീണ്ടും കളിക്കണ്ടിട്ടാ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഒരു മര്യാദയ്ക്ക് വീടില്ല. എനിക്കൊരു സീക്രട്ട് ബേസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കൊരു വീട് വേണം. സീക്രട്ട് ബേസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വീടെന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റാത്തൊരു വീട് വേണം. അൺഡിസ്ട്രോയബിൾ, ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രോയബിൾ. ഒരു വീട് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മുറിക്കണത്. ഇത് മുറിയൊന്നും ആവശ്യമില്ല. എത്ര എണ്ണം കിട്ടി നോക്കാം. 10 എണ്ണം കിട്ടി. 10 എണ്ണം കിട്ടി. 10 എണ്ണം കിട്ടി. പിന്നെ ഒരു ക്രൈയിങ് ഒബ്സിഡിയനും നോർമൽ ഒബ്സിഡിയനും. സോ നമ്മളിനി ഉണ്ടാക്കാൻ പോണ ഹൗസ് നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം.
ഒബ്സീഡിയൻ ഹൗസ്. യെസ് ഗൈസ്, മെയിൻലി എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ പോർട്ടലില്ലേ, നോർമൽ പോർട്ടൽ, ആ പോർട്ടൽ തന്നെ ഒരു ഹൗസാക്കി കാണിച്ചു തരാം. നല്ല രസം, അത് സെറ്റപ്പാണ്. പക്ഷെ അത് കുറേ നമുക്കിത് വേണം, നല്ലോണം സാധനം വേണം. സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായ ഇത് പണ്ട് എനിക്ക് മൈൻക്രാഫ്റ്റ് ഇല്ലാത്ത കാലത്ത് തന്നെ എൻ്റെ അനിയത്തിക്ക് മൈൻക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ എൻ്റെ അനിയത്തിയുടെ യൂട്യൂബ് ചാനലൊന്ന് പോയി സബ് ചെയ്യുക. മിഡ്നൈറ്റ് സ്റ്റാർസ് 7370 അങ്ങനെ എന്താണ്. ഓക്കെ, ഒരു പെണ്ണിൻ്റെ പടം മുമ്പിലിട്ടിട്ട് അവൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയാം, പക്ഷെ സർവൈവൽ വേൾഡ് കളിക്കാൻ പേടിയാണ്. നമ്മൾ ഉടനെ മീൻസ് ഒരു 2-3 ദിവസത്തിനാക്കാം, ക്രിസ്മസ് വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ആയിട്ടുള്ളൊരു വീഡിയോ ഇടായിരിക്കും. ബട്ട് എനിക്ക് എങ്ങനെ വീഡിയോയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയത്തിയുടെ സൗണ്ട് കിട്ടണമെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് സോറി. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് എനിക്ക് സത്യം അറിയില്ല. ഇത് ഞാൻ പറയുക, ഈ ഗെയിമേഴ്സൊക്കെ അങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ട്, ബട്ട് എനിക്കങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഗെയിമേഴ്സിനെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. കുറേ ഗെയിമേഴ്സ് മൈൻക്രാഫ്റ്റിലൊക്കെ കളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യണ ഞാൻ നല്ലോണം കണ്ടിട്ടുണ്ട്. കണ്ടതിന് കയ്യും കണക്കില്ല. ഒന്ന് പറഞ്ഞു തരിക, ഞങ്ങളൊക്കെ ഒന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്തോട്ടെ ഗൈസ് പ്ലീസ്. ഏതെങ്കിലും നല്ലൊരു ഗെയിമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുള്ള ഗെയിമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് തരിക പ്ലീസ്. അമ്മേ, കയ്യും കാലൊക്കെ വേനെടുക്കുന്നു ഗൈസ്. ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് എനിക്കെന്തോ ഏതൊരു അനങ്ങിയിട്ട് കൈ വന്ന് മറഞ്ഞു പോയിടാ. അതാ മെയിൻ പ്രശ്നം, കൈ വന്ന് മറഞ്ഞു പോണ്. കിടന്ന് ഡെഡ് ബ്ലോക്ക് അയച്ച് സോ ഇന്നത്തെ വീഡിയോ നിർത്താൻ ടൈമായി ഗൈസ്. 27 minutes ആയി. ഞാൻ എൻ്റെ റെക്കോർഡ് അടിച്ചു. ഞാൻ ഇതുവരെ 27 minutes ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിവിടെ വെക്കുന്നുണ്ട്. ഗോൾഡ് ബ്ലോക്ക് കിട്ടി, കുറേ സാധനങ്ങൾ കിട്ടിയില്ല. അപ്പം എന്തായാലും ബൈ. സോ മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എൻ്റെ ഡീറ്റെയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മിഡ്നൈറ്റ് സ്റ്റാർസ് 7370 സബ് ചെയ്യുക. ബൈ. അടുത്തത് പാർട്ട് 3 ആണ്. പാർട്ട് 4 എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. അത് ചിലപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൂടെ ആയിരിക്കും. ബൈ.